എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ എഞ്ചിനീയർ ആൻഡ് ഡീപോട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റൻറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സ്ഥിരജോലി അവസരമാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 13 തസ്തികയുടെ പേര് ജൂനിയർ എഞ്ചിനീയർ ആൻഡ് ഡീപോട്ട് മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡൻ്റ് ആണ്. ശമ്പളം ലെവൽ 6. തുടക്ക ശമ്പളം 35,400 രൂപയാണ്. പ്രായപരിധി 18 തൊട്ട് 33 വരെ. ആകെ 3,993 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾക്ക് വിവിധ RRBയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് ഒരു RRBയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ തസ്തികകളിൽ SC, ST, OBC, EWS, EBC, PWBD, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് റിസർവേഷനുണ്ട്. പ്രായപരിധി നോക്കാം. 18 തൊട്ട് 33 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. കാൻഡിഡേറ്റ്സ് അൺറിസർവ്ഡ് ഓർ EWS കാറ്റഗറി ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1994 ശേഷമായിരിക്കണം. OBC ആണെങ്കിൽ 2/1/1991. SC, ST ആണെങ്കിൽ 2/1/1989. ലോവർ ഏജ് ലിമിറ്റ് വരുന്നത് 1/1/2009 വരെയാണ്. ഇതുകൂടാതെ പ്രായത്തിൽ ഇളവുണ്ട്. SC, ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും എക്സ് സർവീസ്മെനും PWBD കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. ഇളവ് ക്ലെയിം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. വിവിധ പോസ്റ്റുകളിലാണ് വേക്കൻസി ഉള്ളത്. ഇതിൽ ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഓർ ഇലക്ട്രിക്കൽ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, ഇലക്ട്രിക്കൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇലക്ട്രിക്കൽ ഓർ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇലക്ട്രിക്കൽ ഓർ EMU, ഇലക്ട്രിക്കൽ ഓർ ജനറൽ സർവീസസ്, ഇലക്ട്രിക്കൽ ഓർ TRD, ഇലക്ട്രിക്കൽ ഓർ TRS തസ്തികയിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 years diploma in mechanical or electrical or electronics engineering or combination of any sub streams of basic streams of mechanical or electrical or electronics engineering ആണ് വേണ്ടത്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ റിസർച്ച് ഓർ സിവിൽ, ജൂനിയർ എഞ്ചിനീയർ ഓർ ബ്രിഡ്ജ്, ജൂനിയർ എഞ്ചിനീയർ ഓർ സിവിൽ, ജൂനിയർ എഞ്ചിനീയർ ഓർ സിവിൽ ഓർ ഡ്രോയിങ് ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ, ജൂനിയർ എഞ്ചിനീയർ ഓർ സിവിൽ ഓർ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ പ്രൊഡക്ഷൻ യൂണിറ്റ്, ജൂനിയർ എഞ്ചിനീയർ ഓർ ഡിസൈൻ ഓർ സിവിൽ R&D PWA പ്രൊഡക്ഷൻ യൂണിറ്റ്, PWA വർക്ക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും തസ്തികയിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 year ഡിപ്ലോമയാണ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് 3 year ഡ്യൂറേഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ആണ് വേണ്ടത്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ഓർ ട്രാക്ക് മെഷീനാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ഓട്ടോമൊബൈൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഓർ സബ് സ്ട്രീം ആണ് വേണ്ടത്. നെക്സ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഓർ കാരേജ് ആൻഡ് വാഗൺ, മെക്കാനിക്കലാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. മെക്കാനിക്കൽ R&D, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഡിസൈൻ ഓർ MP. ഈ തസ്തികകളിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ മാനുഫാക്ചറിംഗ് ഓർ മെക്കട്രോണിക്സ് ഓർ ഇൻഡസ്ട്രിയൽ ഓർ മെഷീനിങ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ടൂൾസ് ആൻഡ് മെഷീനിങ് ഓർ ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് ഓർ ഓട്ടോമൊബൈൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ് വേണ്ടത്. നെക്സ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഓർ ഡീസൽ മെക്കാനിക്കലാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. സബ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഡീസൽ ഷെഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്, വർക്ക്ഷോപ്പ് പ്രൊഡക്ഷൻ യൂണിറ്റ്, ഡിസൈൻ ആൻഡ് ഡ്രോയിങ് വർക്ക്ഷോപ്പാണ് വരുന്നത്. ഇവിടെയും ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 year ഡിപ്ലോമയാണ്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡീസൽ ഷെഡ് ആണെങ്കിൽ
ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. നെക്സ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ എസ് ആൻഡ് ടി ആണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതിൽ സബ് ഡിപ്പാർട്ട്മെൻറ്റ് R&D, വർക്ക്ഷോപ്പ്, ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, സിഗ്നൽ. ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ യോഗ്യത വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ IT ഓർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കോമ്പിനേഷനാണ്. ഇനി ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡൻ്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ 3 ഇയർ ഡിപ്ലോമയ്ക്ക് പകരം BE ഓർ BTech ആണെന്നുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി എക്സാം ഫീസ് എത്രയാണെന്ന് നോക്കാം. SC, ST, എക്സ് സർവീസ്മെൻ, PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 500 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 400 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. എക്സാം ഫീ റീഫണ്ട് വരുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും. നിങ്ങളുടെ ആധാർ നമ്പറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൽ വരുന്നത് എന്തൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് ആണ്. സിലബസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ വരുന്നത് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അപ് ടു 10th സ്റ്റാൻഡേർഡ് സിലബസ് ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റി ആണ്. അതിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 150 മാർക്കിനാണ് എക്സാം വരുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്. ഇനി ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് RRBയുടെ വെബ്സൈറ്റിലൂടെയാണ്. ഇതാണ് സൈറ്റ് വരുന്നത്, rrbapply.gov.in. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ SC, ST ക്യാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് വേണമെന്നുണ്ടെങ്കിൽ SC, ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം. 2 സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് ഒരു പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും കളറിലുള്ള സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഇതാണ് പോർട്ടൽ oir.ms-ir.gov.in/rrbdv. ഈ സൈറ്റ് വഴി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ട്രൂ കളറിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഓരോ കാറ്റഗറി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത്. SC, STയുടെ OBCയുടെ കൊടുത്തിട്ടുണ്ട്. ഇത് EWSൻ്റെ ആണ്. ഇതനുസരിച്ച് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ട്. വിവിധ RRBകളിലാണ് വേക്കൻസി ഉള്ളത്. കേരളത്തിലും ഉണ്ട്, തിരുവനന്തപുരത്തും വേക്കൻസി ഉണ്ട്. ടോട്ടൽ 3993 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.